കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കിരൺ അമലുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ, നിന്റെ പ്രതിസുത വരനുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അമലു പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സാറേ. കല്യാണി ചേച്ചി എനിക്ക് കുറെ ആഭരണങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് എന്തിനാന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പറഞ്ഞു. അതെ, നീ കല്യാണിയെ കല്യാണി ചേച്ചി എന്നല്ലേ വിളിക്കുന്നേ? അതെ, പിന്നെ എന്തിനാ നീ എന്നെ സാറേന്ന് വിളിക്കുന്നേ? സാറേന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് നിന്നോടും വേലുവിനോടുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അല്ല, എന്താ കാര്യം? അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് വേലു അങ്ങോട്ടേക്ക് വരുന്നത്. അതെ, അവൻ വന്നല്ലോ എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരുടെ കൂടെ ആയിട്ട് കിരൺ പറഞ്ഞു, ഇനി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ വേലു വെച്ച്, കല്യാണോ? എന്താടാ കല്യാണം എന്ന് കേട്ടപ്പോ നിനക്കൊരു പേടി? അല്ല, അത് പിന്നെ. അപ്പോഴേക്കും അമല് പറഞ്ഞു, അത് വേണോ എന്ന് ചോദിച്ചു. അതെന്താ വേണ്ടാത്തെ? കല്യാണം വേണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ വേലു പറഞ്ഞു, അല്ല, മാമൻ മരിച്ചിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ, പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ. അതെ, നീ ഒന്ന് ആലോചിച്ച് നോക്കേ. ദിലീപിന്റെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ദിവസം മാത്രമായിട്ടുള്ളൂ. പക്ഷെ കാർത്തികയുടെ കഴുത്തെ ദിലീപ് താലി ആർത്തിയില്ലേ? അപ്പൊ പിന്നെ നിനക്കെന്താ അമ്മനുവിന്റെ കഴുത്തെ താലി ആർത്തിയാല്? അത് കേട്ടപ്പോ വെയിൽ പറഞ്ഞു, അങ്ങനെ നോക്കിയാല് അതെ, ഇനിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല, നീ വിഷമിക്കാതിരിക്കുക. അപ്പോഴേക്കും അമല് പറഞ്ഞു, അത് പിന്നെ എനിക്കൊരു കല്യാണത്തിലുള്ള മാനസികാവസ്ഥയൊന്നും അല്ല ഇപ്പൊ. പിന്നെ ഒരു മാനസികാവസ്ഥയില്ല. നീയും വേലും തമ്മിലുള്ള കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. പിന്നെ ഇവനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ കൂടെ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സും എടുത്തിട്ടുണ്ട്. പിന്നെ നിന്റെ കാര്യം, നിനക്കും കല്യാണി കുറെ സാരി എടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ കാർത്തികയുടെ കല്യാണത്തിന് വേണ്ടി കാർത്തിക് 2-3 സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി മാത്രമേ അവൾ എടുത്തിട്ടുള്ളൂ. ബാക്കി സാരിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് വേണമെങ്കിൽ അത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നീ അതെടുത്തോ. വലിയ ആർഭാടമായിട്ടൊന്നും വേണ്ട, ചെറിയ തോതിൽ നമുക്കൊരു കല്യാണം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വേലു അമലുവിനെ ഒന്ന് നോക്കുവാണ്. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, രണ്ടുപേരും കണ്ണിക്കണ്ണ് നോക്കൊന്നും വേണ്ട, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരമൊന്നുമില്ല, വരാൻ നോക്ക്, എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ടേക്ക് പോയി. അതേ സമയത്ത് ഭാനുമതി മുത്തശ്ശിയോട് കല്യാണി പറഞ്ഞു, അമ്മൂമ്മ എന്താണെങ്കിലും ഇവിടെ നിൽക്കുക, ഇനിയിപ്പോൾ പോകണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാദംബരി പറഞ്ഞു, അത് ശരിയാന്ന് പറഞ്ഞു. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ കാദംബരിന്റെ അടുത്ത് പോലും ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്താന്ന് വെച്ചാൽ ആ മോനെ ഒന്ന് കാണാൻ വേണ്ട, അവനെ ചിലപ്പോൾ നോക്കാൻ വേണ്ടിയിട്ടാ വരുന്നത്. പക്ഷെ എനിക്ക് എപ്പോഴും അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റില്ല. ഞാൻ ആ സായാഹ്നത്തിൽ തന്നെ കഴിഞ്ഞോളാം. ഇനിയിപ്പം കാർത്തി മോളുടെ കല്യാണം കഴിഞ്ഞല്ലോ, കാർത്തി മോളെ ദിലീപിനെയും വിളിച്ചിട്ട് അവിടെ വെച്ചൊരു സദ്യ കൊടുക്കണം. സായാഹ്നത്തിൽ ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോയാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് കിരണും വേലും അമലും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. കിരൺ വന്നിട്ട് പറഞ്ഞു, അതെ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്, വേലുവിന്റെ അമലുവിന്റെ കല്യാണം നമ്മൾ നടത്താൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. കാദംബരി പറഞ്ഞു, ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് നേരത്തെ നടത്തുമായിരുന്നെങ്കിൽ 2 കല്യാണം ഒരുമിച്ച് അങ്ങ് നടത്തായിരുന്നല്ലോ എന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അത് ശരിയാകത്തില്ല കാദംബരി ചേച്ചി, വേലുവിന്റെ അമലുവിന്റെ കല്യാണം ചെറിയ തോതിൽ നമ്മൾ നടത്തും. അതെവിടെ വെച്ചാന്നറിയോ? കാവിൽ വെച്ച്. വേലു അമലുവിന്റെ കഴുത്തിൽ താലി ആർത്തി. ആ സമയത്ത് കിരൺ പറഞ്ഞു, അമലുവിന് ഭയങ്കര വിഷമമുണ്ട്, അമലുവിന്റെ അമ്മയില്ലല്ലോ ഇവിടെ. അമലുവിന്റെ അമ്മയെ നമുക്ക് ഇങ്ങോട്ട് വരുത്തിക്കാലോ, അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അത് ശരിയാ, കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കട്ടെ എന്ന് ഭാനുമതി മുത്തശ്ശി പറഞ്ഞു. അല്ലേലും ഇനി ഇതിപ്പോ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിയുമ്പത്തിനും ഇങ്ങനെയൊന്ന് നോക്കി കല്യാണി മുത്തശ്ശിനെ കണ്ണടച്ച് കാണിച്ചൊന്നും പറയില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അതെന്താന്ന് വെച്ചാലേ പെണ്ണിന്റെ പ്രായം കൂടി വരുമല്ലേ, പിന്നെ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നേ, വെറുതെ ചെക്കനെ കൊതിപ്പിച്ചിരിക്കുന്നതിന് പകരം എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണം. നല്ല പ്രായത്തിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ ഈ കല്യാണം നേരത്തെ നടക്കുമായിരുന്നെങ്കിൽ അമലുവിന്റെ അച്ഛന് മരിച്ചാലും മനസ്സിനൊരു ശാന്തിയെ കിട്ടിയാനും, കാരണം അവരുടെ കല്യാണം കണ്ടല്ലോ എന്നൊരു സമാധാനം. ഇപ്പം അതൊന്നും കാണാതെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമലുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ആ സമയം കിരൺ പറഞ്ഞു, വേലുവിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, കല്യാണ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ. കല്യാണി പറഞ്ഞു, ഇനി അമലുവിന്റെ ഡ്രസ്സിന്റെ കാര്യങ്ങളല്ലേ, അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമലു പറഞ്ഞു, ഇപ്പൊ വേണോ കല്യാണി ചേച്ചി? വേണം, നിങ്ങൾ നിങ്ങളുടെ ഊരി പോയിട്ട് നല്ല രീതിയിൽ തന്നെ കല്യാണം അതിഗംഭീരമായിട്ട് നടത്തിക്കോ. പക്ഷെ ഇവിടെ വെച്ച് ചെറിയ തോതിൽ താലികെട്ട് അത്രയും മതി. പിന്നെ ഇപ്പൊ തൽക്കാലത്തേക്ക് അമ്മയെ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. പിന്നെ അധികം ആൾക്കാരൊക്കെ നിങ്ങൾക്ക് കാണില്ലേ, അതുകൊണ്ടാ പറഞ്ഞേ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിഗംഭീരമായിട്ട് നടത്തിക്കൊള്ളാനായിട്ട്. അപ്പോഴേക്കും വേലു അമലുവിനെ നോക്കി കിരൺ പറഞ്ഞു, ഇനി ഇപ്പൊ അതിനൊരു മാറ്റമില്ല, അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നീട് വേലു അമലുവും കൂടെ മുറിയിലേക്ക് വരുവാണ്. ആ സമയത്ത് അമലുവിനോട് വേലു പറഞ്ഞു,
എനിക്കൊരു കാര്യം മാത്രം പറയാനുള്ളൂ. കാരണം നിനക്കിപ്പം കല്യാണത്തിന് സമ്മതമല്ലെന്ന് എനിക്കറിയാം. നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേങ്കിൽ നീ എനിക്കൊരു ഉറപ്പ് തരണം. എന്നെ മാത്രം വിവാഹം കഴിക്കുള്ളെന്ന്. കാരണം ഇനി കാട്ടിലേക്ക് പല ചെകുത്താന്മാരും വരും. പരിചയമില്ലാത്ത ആൾക്കാരെ കടന്നു വരും. ആ ഗംഗാപ്രസാദിനെ കൂട്ടുള്ളവര്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നിനക്ക് ചിലപ്പം ഞാൻ പോരെന്ന് ചിലപ്പോൾ തോന്നി മുമ്പത്തെ അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മുലുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. നിനക്കറിയാലോ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പെണ്ണിനെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ. അത് നീയാണ്. എൻ്റെ പെണ്ണാണ് നീ എന്ന് കരുതിയവനാ ഞാൻ. ആ സമയത്ത് കുറച്ച് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. നീ എനിക്കൊരു വാക്ക് തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമലുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അമല് പറഞ്ഞു, ഏയ് അത് വേണ്ട വേലുവേട്ട. അവര് പറഞ്ഞോളെ തന്നെ കിരൺ സാറും കല്യാണിച്ചും പറഞ്ഞോളെ തന്നെ കല്യാണം നടക്കട്ടെ, ഒരു താലികെട്ട് അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല അമലു, നിനക്ക് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കല്യാണം നടക്കട്ടെ. ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും കല്യാണി ചേച്ചി കുറെ ആഭരണം എടുത്ത് തന്നിട്ടുണ്ട്. 2 പവനൊന്നും അല്ല, അതിൽ കൂടുതലുണ്ട്. 10-25 ലക്ഷം രൂപയുടെ ഉണ്ടെന്ന് തോന്നേ. അത് നമ്മുടെ കല്യാണത്തിന് വേണ്ടി തന്നാണ്. വേലു പറഞ്ഞു, അല്ല കല്യാണം എന്നൊക്കെ പറയുമ്പം താലി മേടിക്കണ്ടേ? താലി മേടിക്കണം, പിന്നെ ഒരു ചെറിയ മാലയും വേണം. അതിനിപ്പോ എന്ത് ചെയ്യുമെന്ന് ഓർത്താ ഞാനിരിക്കുന്നേ. അപ്പോഴേക്കും അമല് പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല വേലുവേട്ട, ഒരു മഞ്ഞച്ചരട് മതി. മഞ്ഞച്ചരട് എന്റെ കഴുത്തിൽ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേലു പറഞ്ഞു, സാരമില്ല, അവനെന്തായാലും ചരടൊക്കെ കൊണ്ടുവരുമായിരിക്കും. അവരുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണും. അവര് പറയുന്ന പോലെ നമുക്ക് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഇനി കൂടുതലും നമ്മൾ പറയാനില്ല. അങ്ങനെ ആ കാര്യം തീരുമാനിച്ചു. അവരുടെ ഇഷ്ടത്തിന് എതിരൊന്നും പറയണ്ട. അവര് നല്ലവരാ. നമ്മൾക്ക് നന്മ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവർ ചെയ്യത്തുള്ളൂ. ഒരിക്കലും നമുക്ക് നാശം വരാനായിട്ട് അവരൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമലു വേലുവിന്റെ തോളത്തേക്ക് ചായുവാണ്. വേലു അമലുവിനെ ചേർത്ത് പിടിക്കുകയാണ്. അമലുവിന്റെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും എല്ലാം കുറച്ച് കുറയുവാണ് ആ സമയത്ത്. ഇതേ സമയം കാർത്തിയും ദിലീപും കൂടെ വിരുന്നിന് വരാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പോഴേക്കും രേണു വന്നിട്ട് ചോദിച്ചു, രണ്ടുപേരും ഒരുങ്ങിയോന്ന് ചോദിച്ചു. കാർത്തി പറഞ്ഞു, ഒരുങ്ങിന്ന് പറഞ്ഞു. അല്ല, സൂക്ഷിച്ച് പോയിട്ട് വരണം, അറിയാലോ. ദിലീപ് പറഞ്ഞു, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് നല്ലൊരു പേടിയുണ്ട് മോനെ. അന്ന് ഒരു കാര്യം ചെയ്യാം, അമ്മയും കൂടെ ഞങ്ങളോടൊപ്പം പോരാനായിട്ട് കാർത്തിയെ പറയാം. കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. ദൂരത്തിരുന്ന് കഴിയുമ്പോഴത്തേനും അല്ലേ. അല്ല മോളെ, അറിയാലോ, ഒരുത്തൻ പുറത്തുണ്ട്. ദുഷ്ടനാണ് അവന്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. ആ ഒരു ഓർമ്മ വേണമെന്ന് പറഞ്ഞു. കാർത്തി പറഞ്ഞു, ഇനി ഒന്നും സംഭവിക്കില്ലമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഇനിയിപ്പോ അവൻ എന്താണെങ്കിലും ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോ ദിലീപ് പറഞ്ഞു, അത് ശരിയാ. പിന്നെ കാർത്തി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ മോനെന്ന് ചോദിച്ചു. അത് കാർത്തിയുടെ അമ്മ അവിടെ തനിച്ചല്ലേ ഉള്ളൂ. പിന്നെ ഞാനും കാർത്തിയൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് താമസിച്ചാലോന്ന്. അങ്ങനെയാണ് പിന്നെ പ്രശ്നമില്ല. ഞങ്ങൾ രണ്ടും പോയിട്ടുണ്ടെങ്കിലും 2 പേർക്കൂടെ സംസാരിച്ച് അവിടെ ഇരിക്കാലോ. കൂട്ടുണ്ടല്ലോ, അമ്മയ്ക്കാളും കൂട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്താൽ മതി. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴത്തെ കാര്യം അറിയാലോ, ഒരു പ്രശ്നവും കൂടാതെ ഒരാപത്തും കൂടാതെ ഇങ്ങ് തിരികെ എത്തിയേക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാർത്തിയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോളെ അറിയാലോ, അതിന് നിങ്ങൾ പോയിട്ട് വരുന്നോടം വരെ അമ്മയ്ക്ക് ടെൻഷനായിരിക്കും. അമ്മ വിഷമിക്കൊന്നും വേണ്ട, അമ്മ ധൈര്യമായിട്ടിരിക്കുക. 1-2 ബന്ധുവീട്ടുകളിലൊക്കെ പോവാനുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ദിലീപ് പറഞ്ഞു, അതെ, അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും രേണു പറഞ്ഞു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഇപ്പം ഞാൻ വിചാരിച്ച ബന്ധുക്കാരും അയൽക്കാരും ഒക്കെ കുറ്റപ്പെടുത്തുന്ന, പക്ഷെ അവര് ഒന്നും കുറ്റപ്പെടുത്തിയൊന്നുമില്ല. ദിലീപ് പറഞ്ഞു, അതെ, ചാനലുകാരൊക്കെ എന്നെ പുകഴ്ത്തിയാ പറഞ്ഞുകൊണ്ടിരുന്നേ. കല്യാണം നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നെ കുറിച്ച് കുറെ അപവാദങ്ങളൊക്കെ പരത്തി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് തന്നെ പറഞ്ഞു, ഇപ്പം മിടുക്കന, നല്ല ചുണയുള്ളവനാന്നൊക്കെ തന്നെയാ അവരിപ്പോ ചാനലിൽ കൂടെ ഒക്കെ പറഞ്ഞ്. കല്യാണക്കാരും ഒക്കെ ചാനലിൽ കൂടെ അവര് പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. മിക്കവാറും ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവനെ അറിഞ്ഞും കാണും. പക്ഷെ അവൻ അറിഞ്ഞിട്ടും ഇനിയിപ്പോ ഒരു ബലമില്ലെന്ന് അവന് തോന്നിക്കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ വരാത്തേന്നൊക്കെ പറഞ്ഞു. എന്നാലും സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ അങ്ങനെ പറഞ്ഞയക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേനും കിരൺ വന്നിട്ട് പറഞ്ഞു, എന്തിനാ അമ്മ ടെൻഷൻ അടിക്കണേ, എന്തിനാന്ന് ചോദിച്ചു. അല്ല, അവരിതിലായിട്ടും എത്തിയിട്ടില്ലോ മോളെ കല്യാണി, നീ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണ. അമ്മ വിഷമിക്കേണ്ട, അവരിങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, ഇനി ഗംഗാപ്രസാദിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അവനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. കിരൺ ആ ഉറപ്പുണ്ടായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ദിലീപും കാർത്തിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഒരു സന്തോഷമായത് ലക്ഷ്മിയമ്മയ്ക്ക്. ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു, പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ മോളെ? എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. ദിലീപ് പറഞ്ഞു, അല്ലെങ്കിലും എന്റെയും കാർത്തിയുടെയും കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവനൊരു വലിയ അടിയായിരിക്കും. അതുകൊണ്ട് അവനിനി പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അല്ല, ബന്ധുക്കാരൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലെന്ന് ലക്ഷ്മിയമ്മ ചോദിച്ചു. ബന്ധുക്കാരൊക്കെ അറിഞ്ഞു, അവരെന്താളും കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല, നല്ല കാര്യമെന്ന് എല്ലാരും പറഞ്ഞത്. ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിലും
ഇനിയിപ്പം ഞങ്ങളുടെ ജീവിതം തുടങ്ങുമല്ലേ അമ്മേ, ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ആ സമയം കിരണും പറഞ്ഞു, നിങ്ങളോട് രണ്ടുപേരും കൂടി ഒരു കാര്യം പറയാണ്ട്, വാ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അല്ല, എന്താ കിരണേന്ന് ചോദിച്ചുകൊണ്ട് ദിലീപ് പിന്നാലെ ഹെലുവാണ്. അതിവിടെ ഇരിക്കെ സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പറയണേ, വേലുവിന്റെ അമലുവിന്റെയും കല്യാണത്തെക്കുറിച്ച്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലേ, അപ്പൊ ഒരു മംഗള കർമ്മത്തിൽ പങ്കെടുക്കുന്ന നല്ല കാര്യമാണ്. അപ്പൊ അവരുടെ കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. വലിയ കേമമായിട്ടൊന്നല്ല നടത്തുന്നത്, ക്ഷേത്രത്തിൽ വെച്ച് ഒരു ചെറിയ താലികെട്ട്, അങ്ങനെയാ ഞങ്ങൾ ഉദ്ദേശിക്കണേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം കാർത്തി പറഞ്ഞു, അതെന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാ, എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണം നടക്കണമെന്ന് പറഞ്ഞു. ദിലീപ് പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾക്കും അതിനകത്ത് പങ്കെടുക്കാലോ, എങ്കിൽ പിന്നെ അന്ന് നടത്തിയാൽ മതിയായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പം കല്യാണി പറഞ്ഞേ, അത് വേണ്ട, ഇത് കാവി വെച്ച് ചെറിയ തോതിലാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവരുടെ കല്യാണം എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.